ഹലോ, അപ്പം നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പെനാങ് സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇത് ഈ ഒരു സൈഡ് മൊത്തം ഫുഡ് കോർട്ടും സെറ്റപ്പുമാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ ഈ സൈഡിൽ കാണുന്ന ഒരു ഫയർ ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് ഒരു 15 റിങ്കറ്റ് കൊടുത്താൽ നമുക്കൊരു എയർ സോഫ കിട്ടും. അത് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഞാനും വാങ്ങി ഒന്ന്. അവർ പർപ്പിൾ കളർ എടുത്ത് തന്നപ്പോൾ എനിക്ക് ഗ്രീൻ മതി എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഗ്രീൻ കളർ അങ്ങ് വാങ്ങി. അങ്ങനെ അതൊക്കെ ഇട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും പരിപാടി ഏകദേശം തുടങ്ങിയിരുന്നു. കറക്റ്റ് ടൈമിലാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മഴയില്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇതിവിടെ ഉണ്ടാവും. കാണാൻ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട, നമുക്ക് തോന്നിയിട്ട് എന്തെങ്കിലും സംഭാവന പോലെ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ സോഫയും ഇതൊക്കെ വിറ്റ് കിട്ടുന്ന പൈസയും ഇവരെല്ലാം ഒരു ടീം തന്നെയാണല്ലോ, അപ്പോൾ ഇവർക്കൊക്കെ ഒരു വരുമാനമാവും. കുറേ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് ചെയറൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ബാർബിക്യും മറ്റ് സെറ്റപ്പൊക്കെ ആക്കാനുള്ള കാര്യങ്ങളുമായിട്ട് വന്നവരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ കടലിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ബ്രിഡ്ജിലെ ലൈറ്റും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഷോ കുറേ നേരം കണ്ടിരിക്കാനും മടുപ്പ് വരില്ല. പിന്നെ ഇവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാണുമ്പോൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഞങ്ങളിവിടെ മുന്നേയും വന്നിട്ടുണ്ടെങ്കിൽ ഈ സോഫ ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട് ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കടലിൽ നിന്നുള്ള നല്ല കാറ്റും ഉണ്ട്. ഈ ഒരു വൈബ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നാട്ടിലൊരു തെയ്യമൊക്കെ കാണാൻ വേണ്ടി പോയൊരു വൈബായിരുന്നു കണക്റ്റായ. കാരണം എന്ന് വെച്ചാൽ ആ ഒരു തിരക്കും അതുപോലെ തന്നെ തീയും പുകയും മൊത്തത്തിൽ അതേ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഈ മൊട്ടത്തലയും ചേട്ടനാട്ടോ ഇവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ മേത്ത് എന്തോ ഒരു മഴ പെയ്ത പോലെ എന്തോ ഉറ്റിയ പോലെ എനിക്ക് തോന്നിയായിരുന്നേ. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ പാൻറ്റിൽ മൊത്തം മണ്ണെണ്ണ ആയിരുന്നു. മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി കരി പിടിച്ച മണ്ണെണ്ണ. അപ്പോൾ അതെങ്ങനെ പോകുന്നുമില്ല. അങ്ങനെ ഈ ഒരു ഫയർ ഷോയോടും കൂടി എൻ്റെ ഒരു പാൻറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ പുതിയത് വാങ്ങിച്ചേരാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങ് സമാധാനിച്ച്. പിന്നെ ഈ ചേട്ടൻ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും നടന്ന എല്ലാവരോടും കോൺട്രിബ്യൂഷൻസ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ടച്ച് ആൻഡ് ഗോ വേണമെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും ഗൂഗിൾ പേ ആയിട്ടും എങ്ങനെയായാലും അവരുടെ കയ്യിൽ ഉണ്ട്. കുറേ നേരം ഷോയും കണ്ട് അവസാനം ആ ചേട്ടന് സംഭാവനയും കൊടുത്ത് ഞങ്ങൾ ഫുഡ് സ്പോട്ടിലേക്ക് പോയി. കയറി ചെല്ലുമ്പോൾ തന്നെ മിക്കി മൗസ് നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ നടന്നു.
ബാട്ടുമാവും ഫുഡീസിൻ്റെ ഫുഡ് സ്പോട്ടിലേക്ക് എൻ്റർ ആയി കേട്ടോ. ഇവരുടെ ഒരു മെയിൻ സാധനമാണ് ഒരുപാട് കളറിലുള്ള ഈ വെള്ളം. അത് ഡിഫറെൻ്റ് ആയിട്ട് തണുത്തതായാലും ചൂടുള്ള സാധനമായാലും എങ്ങനെ വേണേലും കിട്ടും, ഏത് കളറിലും നമുക്ക് കിട്ടും. കയറുമ്പോൾ തന്നെ അതാണ് നിരത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ ഫുഡ് കഴിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ലൈറ്റ് മ്യൂസിക്കും പരിപാടിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പിള്ളേരെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വരുന്നവരാണെങ്കിൽ പിള്ളേർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടതെന്ന് വെച്ച് അവർക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇതാ ഈ ഒരു കുറേ ലൈറ്റ് കത്തുന്ന വണ്ടി ഇവിടെ ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുട്ടികൾ കളിക്കാനും ഒക്കെ പോകുന്ന സ്ഥലങ്ങളിൽ. ഏകദേശം ഇവിടെയുള്ള എല്ലാ ഷോപ്പിലും നമ്മൾ കയറി ഇറങ്ങി എന്തൊക്കെ ഉണ്ട് നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ കഴിക്കുന്ന ഫുഡ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മെയിൻ ഫുഡാണ് ഈ സറ്റായി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റിക്കിൽ ചിക്കനും മീറ്റും ഒക്കെ കുത്തിയിട്ട് അതിങ്ങനെ നമ്മുടെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല നൈസ് ടേസ്റ്റാണ്. അതുപോലെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കില്ല, അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ ട്രൈ ചെയ്തില്ല. ഇനിയും സമയമുണ്ടല്ലോ, അപ്പോൾ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഒരു ഫുഡ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ സ്പോട്ടിലും ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. കാരണം എവിടെയൊക്കെ ഏതൊക്കെ ഫുഡ് എന്നുള്ളത് നമ്മൾ ആദ്യമേ കൺഫേം ചെയ്യണമല്ലോ. ശരിക്കും നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഇവരുടെ ഓരോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റൈല് നമുക്ക് കാണാൻ ഇങ്ങനെ വെറുതെ കുറേ സമയം നമ്മൾ നോക്കി നിന്നു പോകും. പിന്നെ ഇതാ എങ്ങോട്ട് തിരിഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളറിലുള്ള വെള്ളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പെനാങ്ങിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഫുഡ് സ്പോട്ടുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബാട്ടുമാവുങ്ങിൽ സെക്കൻഡ് ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു സ്പോട്ടിലാണ് കേട്ടോ. മലായീസിൻ്റെ ലോക്കൽ ഫുഡും ഒപ്പം ഇതാ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഐസ്ക്രീം ആയിക്കോട്ടെ ഏത് സാധനം വേണേലും അതും ഹോട്ട് ആൻഡ് കൂൾ ഏത് ഐറ്റം ആയാലും ഇവിടെ കിട്ടും. അങ്ങനെ കണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നമ്മൾ വീട് പിടിച്ചു. സമയം കുറേ ആയേ.